കുഞ്ഞു മിനസാണ് നമ്മുടെ സോക്രട്ട് ഡെസേർട്ടിന്റെ സീസൺ 1ന്റെ എപ്പിസോഡ് 7ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, വീട്ടിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇത് നമ്മുടെ സെക്കൻഡറി പേജ് എന്നുള്ള കാര്യം പലരും മറന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് പല കൂട്ടുകാരും ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്താണ് നമ്മുടെ വീഡിയോസ് കാണുന്നത്. സോ അങ്ങനെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അങ്ങനെ ഈ എപ്പിസോഡ് തുറക്കാൻ നേരത്ത് ആ ഒരു കിളവൻ അവന്റെ സോളിൽ കയറി പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് അതുമായിട്ടാണ് നിലത്തേക്ക് പാഞ്ഞ് വന്നത്. സിയോൺ ഇത് കണ്ടിട്ട് പറഞ്ഞു, നാശം ഇതാ വരുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ആ കിളവൻ നേരെ ആ ഒരു മോൺസ്റ്ററിന്റെ തലയിൽ വന്ന് വീണത്. ആൻഡ് ആ വീണതിന്റെ പവർ ശരിക്കും കൂടുതലായിരുന്നു. ചുരുക്കം പറഞ്ഞാൽ ഒരു മാസീവുള്ള ഷോക്ക് വേവ് തന്നെ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. നാശം, എനിക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. എന്റെ ചെവി എനിക്കൊന്നും തന്നെ കേൾക്കാൻ പറ്റുന്നില്ല. അല്ല, ആ കിളവനല്ല, ആ ഒരു മോൺസ്റ്റർ അതെങ്ങനെയുണ്ടെന്ന് പറഞ്ഞ് അവൻ കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ച ലിറ്ററലി ആ ഒരു മോൺസ്റ്ററിനെ കൊന്നിട്ട് ആ കിളവൻ അവന്റെ മുമ്പിലേക്ക് നടന്ന് വരുന്നതാണ്. അവൻ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. കംപ്ലീറ്റ്ലി അവൻ വേറൊരു സ്ട്രോങ്ങർ അല്ല, അവൻ മറ്റൊരു ഡയമെൻഷനിൽ തന്നെയുള്ള ജീവിനെ പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇതേ സമയം അവൻ കാലെടുത്ത് മുന്നിലേക്ക് വെച്ച് അത് പതിച്ചപ്പോൾ ആ സ്ഥലം തന്നെ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ആയി പോയിരുന്നു. നിന്റെ പേരെന്താണ്? അല്ല, ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ 3 എണ്ണുന്നതിന് മുമ്പ് നിന്റെ പേര് പറയണമെന്നാണ്. 1, 2, 3. നിന്റെ സമയം കഴിഞ്ഞിരിക്കുന്നു. അല്ല, ഇവനെന്താണ് പറയുന്നത്? എനിക്കൊന്ന് കേൾക്കാൻ. അല്ല, ഇപ്പോ ചത്ത് തൊലയടാ. വെറ്റി. അല്ല, ഇപ്പൊ എന്തിനാ എന്നെ കൊല്ലുന്നത്? ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ, എന്നെ വെറ്റി. നീ എന്താ വിട്ടിയാണോ? നിന്റെ പേരെന്താന്നല്ല ചോദിച്ചത്? സിയോൺ. എന്റെ പേര് സിയോൺ എന്നാണ്. ഇതേ വെറ്റി. സിയോൺ എന്ത് മണ്ടം പേരാടാ? മണ്ടം പേരോ? ഡാ കിളവാ, താങ്കൾ എന്നെ കളിയാക്കുവാണോ? പെട്ടെന്ന് അവനൊരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്തത്. അടുത്ത സെക്കൻഡ് തന്നെ അവൻ പറയും ചെയ്യും, ഡാ ഓഡൻ. എന്ത്? ഡാ ഓഡൻ, അതാണ് എന്റെ പേര്. അല്ല, താങ്കൾ ഇപ്പൊ എന്താണ് ചെയ്തത്? എന്താണ് ചെയ്തതെന്നോ? നീ കംപ്ലീറ്റ്ലി മന്ദബുദ്ധിയാണ്. നീ എന്നെ മന്ദബുദ്ധി വിളിക്കുകയും ചെയ്യും, എന്നിട്ട് നീ എന്താണ് നീ കാണിക്കുന്നത്? അതില്ല, ഒരു കാര്യം പറയാം, താങ്കൾ എന്നെ സഹായിച്ചു, അതിലെന്തായാലും ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ്. പക്ഷേ എടാ മന്ദബുദ്ധി, നീ ഇപ്പൊ ഈ സ്നേറി വന്ന് പെട്ടതൊന്നും നിനക്ക് മനസ്സിലായില്ലേ? എന്ത് സ്നേറോ? എനിക്കൊന്നും. കൊള്ളാം, ഇതൊരു ഫിനോമിനയാണ്. ഒരു ഡഞ്ചനിലുള്ള മാന ഓവർലോഡ് ആകാൻ നിർത്ത്, ചെറിയ ലീക്സിലൂടെ അത് പുറത്തേക്ക് വരും, ഒരു ഗ്യാപ്സിലൂടെ. ആൻഡ് ആ ഒരു എനർജി സത്യം പറഞ്ഞാൽ ജീവജാലങ്ങളെ കൊന്ന് തിന്നുകയാണ്. അതിനാണ് സ്നേർ എന്ന് പറയുന്നത്. സാധാരണ മനുഷ്യർക്കൊന്നും ഇതൊന്നും മനസ്സിലാകത്ത് പോലുമില്ല. അതിലുപരി സാധാരണ ഒരു മനുഷ്യരും ഇത് കാണാറ് പോലുമില്ല ജീവിതത്തിൽ. നീ ശരിക്കും ലക്കിയാണ്. ലക്കി കോപ്പ്. നായിൻ്റെ മോൻ മാൻഹോ കാരണമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എടാ വിട്ടി, എന്നെ വിട്ടിന്ന് വിളിക്കുന്നത് നിർത്തുന്നുണ്ടോ? എടാ വിട്ടി, കണ്ണ് തുറന്ന് നോക്കെന്ന് പറഞ്ഞ് അവന്റെ പെടലി തിരിച്ച് ഒരു സൈഡിലേക്ക് കാണിച്ചു. നിന്റെ കണ്ണുകൊണ്ട് ചുമ്മാ നോക്കി നീ കാണുന്നില്ല. നിന്റെ കണ്ണിലേക്ക് ആ ഒരു എനർജി ഗ്യാദർ ചെയ്ത്, ആ ഒരു മാന ഗ്യാദർ ചെയ്ത് നിന്റെ കണ്ണ് പ്യൂറസ്റ്റ് ഫോമിലേക്ക് കൊണ്ടുപോവാ. അങ്ങനെ ഗ്യാദർ ചെയ്ത് കഴിയുന്നിടത്ത് നിനക്കത് മനസ്സിലാകും. ആ ഒരു മാന ഫീൽ ചെയ്ത് നിനക്ക് കാണാൻ പറ്റുന്നു പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് അവനത് കാണാൻ പറ്റിയത്. അല്ല, അതെന്തുവാണ്? അപ്പൊ നിനക്ക് ഫൈനലി അത് കാണാൻ പറ്റുന്നുണ്ടല്ലേ? പിന്നെ കാണുന്നത് ലിറ്ററലി നേരത്തെ കണ്ട ആ ഒരു മോൺസ്റ്ററിനെ ഏതൊരു സാധനം കൊന്ന് ഭക്ഷിക്കുന്ന പോലെ, എന്തൊരു പാരസൈറ്റ് ഭക്ഷിക്കുന്നത് പോലെ കണ്ട അതിന്റെ ശവത്തിനെ അത് അവിടെ ഇട്ട് ഭക്ഷിക്കുന്നത് നിന്നെപ്പോലെ തന്നെ. എനിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല, ഇത്രയും അപകടകരമായ ഒരു കാര്യം എന്റെ മൂക്കിന്റെ തുമ്പത്തുണ്ടായിട്ട് ഞാൻ എന്നെ പ്രസൻസ് അല്ല സെൻസ് പോലും ചെയ്തില്ല. ഇവൻ ഡേഞ്ചർ ആണെന്ന് പോലും എനിക്ക് മനസ്സിലായില്ല. ഈ കിളവനെങ്ങാനും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഞാൻ ഉറപ്പായിട്ടും മരിച്ചെന്ന്. ഇവൻ 1 തവണ അല്ല 2 തവണയാണ് എൻ്റെ ജീവൻ. ഈ കിളവൻ, ഇവൻ ശരിക്കും സ്ട്രോങ്ങറാണ്. അല്ല, താങ്കൾ ശരിക്കും ആരാണ്? നീ മണ്ടനാണ്ട, ഞാനല്ല ഓൾറെഡി നിന്നോട് പറഞ്ഞത് എൻ്റെ പേര് ഡാ ഓഡൻ എന്നാണെന്ന്. ആൻഡ് അതും പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് നമ്മളിവിടെ അവസാനിപ്പിക്കുന്നത്.